ഇന്നത്തെ നിശബ്ദ പ്രചാരണം അതേപോലെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഹരികൃഷ്ണനിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഹരികൃഷ്ണൻ, അവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം കൂടിയാണല്ലോ. ക്രിസ്റ്റീന, ഇന്ന് രാവിലെ 8 മണി മുതലാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജില്ലയിലെ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 8 മണിക്ക് തന്നെ ജില്ലാ കളക്ടർ, ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ ഈ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിക്കും. അതുൾപ്പെടെ 14 പോളിംഗ് കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ തിരുവനന്തപുരം, ആറ്റിങ്ങൽ 2 മണ്ഡലങ്ങളിലും 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള എല്ലാ പോളിംഗ് സാമഗ്രികളും തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ്. വിപുലമായ മുന്നൊരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതത് നിയോജക മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സജ്ജീകരിക്കുന്ന വിതരണ ഡെസ്കുകൾ വഴിയായിരിക്കും ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സായുധ പോലീസിന് അടക്കം ഇത്തരത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പ്രശ്നബാധിത ബൂത്തുകൾക്ക് വേണ്ടിയിട്ട് വരെ ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട വരണാധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെത് വരണാധികാരി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ജില്ലാ കളക്ടറായിട്ടുള്ള ജി പ്രേംജിയാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഈ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഈ നിശബ്ദ പ്രചാരണത്തിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം, മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിലെല്ലാം പരമാവധി വ്യക്തിഗതമായ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ അത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അത്തരം കാര്യങ്ങളാണ് എല്ലാവരും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ 8 മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്ന് തന്നെയാണ് ജില്ലയിൽ നിന്നും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്. ഇനി കൊല്ലത്ത് നിന്ന് അരുൺ രാജുണ്ട്. അരുൺ, വീറും വാശിയും നിറഞ്ഞ ഒരു പ്രചാരണം, അതിനുശേഷമുള്ള കൊട്ടിക്കലാശം, ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണല്ലോ. കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, 1 മാസം നീണ്ട പരസ്യ പ്രചരണം ഇന്നലെയാണ് അവസാനിച്ചത്. ആ പരസ്യ പ്രചരണത്തിന് ഒടുവിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന സമുദായ സംഘടനകൾ, അതുപോലെ തന്നെ ചില ഫോക്കസ് ഏരിയകൾ, അത് കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ തീരദേശ മേഖല, മലയോര മേഖല സംഘടനാ പ്രതിനിധികൾ, ഇവരെ കാണുക, ഇവരിൽ നിന്ന് വോട്ട് ഉറപ്പിക്കുക, ഈ സമുദായ വോട്ടുകളടക്കം ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സ്ഥാനാർത്ഥികളടക്കം ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ബോയ്സ് ഹൈസ്കൂളിലാണ്. ഹൈസ്കൂൾ ജംഗ്ഷനിലെ ബോയ്സ് ഹൈസ്കൂളിലാണ്. ഇവിടെ നിന്നാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഈ സ്ഥലങ്ങളിലടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന ഈ ഉദ്യോഗസ്ഥർ 8 മണിയോടെ തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും. ഇതിനുശേഷം ഈ വാഹനങ്ങളടക്കം ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളടക്കം ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അത് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, അത് മലയോര മേഖലയടക്കമുണ്ട്, അവിടങ്ങളിലടക്കം ഈ പോളിംഗ് സാമഗ്രികൾ, ഉദ്യോഗസ്ഥർ എന്നിവയെ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ തയ്യാറാക്കി. അങ്ങനെ ഈ 8 മണിയോടെ തന്നെ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ അത് വൈകുന്നേരം വരെ നീണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 1215 ബൂത്തുകളാണ് ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ 56 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ ബൂത്തുകളിലേക്കടക്കം അതിന്റെ ദൂരെ കൂടുതൽ, അത് എവിടേക്ക് എത്തിക്കണം എന്നീ സാഹചര്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ ആർക്കാണ് നൽകേണ്ടത് എന്നീ കാര്യങ്ങളടക്കം പ്രയോറിറ്റി ഉണ്ടാകുക. എന്തായാലും ഉദ്യോഗസ്ഥർ എത്തി തുടങ്ങിയിരിക്കുന്നു. ഈ പോളിംഗ് സാമഗ്രികളടക്കം ഏറ്റുവാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്, അതിന്റെ പ്രാഥമികമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 8 മണിക്ക് ജില്ലാ കളക്ടർ ഇവിടെ എത്തും. ഇതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി ഇത് വിതരണം ചെയ്തു തുടങ്ങുക. അരുൺ രാജ്, അതേപോലെ തന്നെ CR മഹേഷിനെതിരായ കല്ലേറ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? ക്രിസ്റ്റീന, ഇന്നലെ കൊട്ടിക്കലാശത്തിന് ഒടുവിലാണ് ഈ കരുനാഗപ്പള്ളി MLA കൂടിയ CR മഹേഷിനും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കും അടക്കം ഈ പരിക്കേറ്റത്. ഈ CPM അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിൽ പോലീസ് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി, ഒബ്സർവർമാർ നേരിട്ട് അവിടെ എത്തി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്നുണ്ടായേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. CPM-ന്റെ
2 മുതിർന്ന പ്രവർത്തകർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CR മഹേഷ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ടായിരുന്നു. നിലവിൽ പരിക്ക് സാരമുള്ളതല്ല ആരുടെയും എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ പരിക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുള്ളത്. ഇവരെ ഇരുവരെയും ഇന്നലെ തന്നെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺരാജ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നാണ്. ഇനി അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, 8 മണിയോടുകൂടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങും. അതിന് സജ്ജമാണോ കോഴിക്കോട് ജില്ലയിൽ? തീർച്ചയായും ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ പൂർണ്ണമായ രീതിയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ പോളിംഗ് ഉപകരണങ്ങളുടെയൊക്കെ വിതരണം ആരംഭിക്കുക 8 മണിക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് വിതരണ കേന്ദ്രമായ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിന് മുന്നിലാണ്. ഇവിടെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും 8 മണിയോടുകൂടിയാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുക. ക്രിസ്റ്റീന ചോദിച്ചതുപോലെ തന്നെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഏതാണ്ട് 29 ലക്ഷത്തോളം വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ വോട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മണ്ഡലം, വടകര മണ്ഡലങ്ങളിലുമായി 29 ലക്ഷം വോട്ടർമാരുണ്ട്. ഏതാണ്ട് 141 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് ഈ നിലവിൽ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുള്ളത്. അവിടേക്ക് കൃത്യമായ രീതിയിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെ അടക്കം വിന്യസിച്ചുകൊണ്ട് 7 ബറ്റാലിയൻ കേന്ദ്രസേന കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. 6 ബറ്റാലിയൻ വടകര മണ്ഡലത്തിലേക്കും 1 ബറ്റാലിയൻ കോഴിക്കോട് മണ്ഡലത്തിലേക്കും, അങ്ങനെ 7 ബറ്റാലിയൻ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 43ഓളം മാവോ ഭീഷണിയുള്ള പോളിംഗ് ബൂത്തുകളുണ്ട്. അത് വടകര മണ്ഡലത്തിലാണ്. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ എല്ലാ ഭാഗത്തും പൂർണ്ണമാണ്. എല്ലാ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. 8 മണിയോടുകൂടി തന്നെ ഈ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിതരണ കേന്ദ്രങ്ങളിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. ഇനി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ കൂടിയുണ്ട്. അരുൺ, നാളെ പോളിംഗ് ബൂത്തിലെത്താൻ എത്രത്തോളം സജ്ജമാണ് കാസർഗോഡ് ജില്ല? ക്രിസ്റ്റീന, കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. എല്ലാവിധ സജ്ജീകരണങ്ങളും, തെരഞ്ഞെടുപ്പുമായുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. 1050 പോലീസുകാരെയും 700ഓളം കേന്ദ്രസേനാംഗങ്ങളെയുമാണ് ജില്ലയിൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തികൾ പങ്കിടുന്ന ജില്ലകളാണ്. കർണാടകയായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ളൊരു സുരക്ഷ ജില്ലയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാമഗ്രികൾ വാങ്ങുന്നതിനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ 6 മണിയോടുകൂടി തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ്. നിലവിൽ 8 മണിയോടുകൂടി ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജില്ലയിൽ ആരംഭിക്കും. 4 കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും പോളിംഗ് സാമഗ്രികളുടെ വിതരണമുള്ളത്. ഒന്ന് മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിങ്ങനെ 4 നിയോജക മണ്ഡലങ്ങളിലാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമുള്ളതിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജും, ഉദുമയിൽ ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളും, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും തൃക്കരിപ്പൂരിലുമാണ് ഈ സാമഗ്രികളുടെ വിതരണമുള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 4561 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ശക്തമായ സുരക്ഷ ഈ അടുത്തകാലത്ത് വന്ന വിധിയുടെയൊക്കെ, റിയാസ് മൗലവി കൊലപാതക കേസിന്റെ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. 1050 പോലീസുകാരെയും 700ഓളം കേന്ദ്രസേനാംഗങ്ങളെയും ഇവിടേക്ക് ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിക്ക് ആരംഭിക്കും. എല്ലാ ഇടങ്ങളിലും അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി കൂടെ ചേരുകയാണ്. സൂരജ്, തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, തൃശ്ശൂരിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഈ പോളിംഗിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ജില്ലയിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷ. തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത് സംബന്ധിച്ച വിതരണം നടക്കുക. അവിടെയും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5000-ലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയിലേക്ക് ജില്ല ആകെ കടന്നിരിക്കുന്നു. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവസാനവട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരവുമായി
പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസും അതുപോലെ തന്നെ ഈ മേഖലയിൽ പൂരത്തിനെത്തിയവരും തമ്മിൽ നിന്നിരുന്ന തർക്കങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അതീവ സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1275 പോളിംഗ് ബൂത്തുകളാണുള്ളത്. എന്തായാലും ഇങ്ങോട്ടേക്ക് 8 മണിക്ക് വിതരണം ചെയ്യുന്ന ഈ പോളിംഗ് സാമഗ്രികൾ അതിനുശേഷം വിവിധ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കും. അങ്ങനെ വിവിധ ഇടങ്ങളിലേക്ക് 8 മണിയോടുകൂടി തന്നെ, അതായത് ഈ പോളിംഗ് സാമഗ്രികൾ ലഭിച്ചാൽ ആ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ മടങ്ങും. അവിടെ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഇത്തവണ ഈ പരാതികൾ ഉയരുന്നതിനും ഇരട്ട വോട്ടടക്കമുള്ള അല്ലെങ്കിൽ ഈ വോട്ട് മാറി ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കർശന നിരീക്ഷണ സംവിധാനങ്ങൾ അത് ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയും പോലീസിന്റെ കനത്ത സുരക്ഷയിലുമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കുന്നത്. എന്തായാലും 8 മണിയോടുകൂടി തന്നെ തൃശ്ശൂരിലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. ക്രിസ്റ്റീന. ശരി. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. എല്ലായിടത്തും കർശന സുരക്ഷയുണ്ട്. നാളത്തെ പോളിംഗിന് സജ്ജമാണ് എല്ലായിടങ്ങളുമെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.